സാമന്ത ഒരു ഒറ്റമൂലിയെക്കുറിച്ച് സംസാരിച്ചു. അത് വലിയ പുലിവാലായി. ആവി പിടിക്കാൻ തന്നെയാണ് സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സാമന്ത ഉപദേശിച്ചത്. പക്ഷെ അത് ഹൈഡ്രജൻ പെറോക്സൈഡ് ലയിപ്പിച്ച് ആവി പിടിക്കണമെന്നായിരുന്നു. വൈറൽ ഇൻഫെക്ഷനുകൾക്ക് നല്ല പ്രതിവിധിയാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഉപദേശം. ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ചേർത്ത് ആവി പിടിച്ചാൽ മറ്റു മരുന്നുകൾ കഴിക്കേണ്ടതില്ലെന്ന് കൂടി അവർ പറഞ്ഞു വെച്ചിരുന്നു. ഗുളിക കഴിച്ച് ആരോഗ്യം കളയണ്ട, മാജിക് പോലെ പനിയും ജലദോഷവും വൈറൽ ഇൻഫെക്ഷനും ഒക്കെ മാറുമെന്ന് സാമന്ത അങ്ങ് പറഞ്ഞുപോയി. പക്ഷെ സാമന്തയുടെ ഉപദേശം വലിയ പ്രശ്നമായി. ഡോക്ടർമാർ വിരുദ്ധാഭിപ്രായവുമായി രംഗത്തെത്തി. ദ ലിവർ ഡോക്ടർ എന്നറിയപ്പെടുന്ന ഡോക്ടർ സിറിയക് അബി ഫിലിപ്സ് ആണ് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. ആരോഗ്യശാസ്ത്ര കാര്യങ്ങളിൽ സാമന്ത അജ്ഞയാണെന്ന് ഡോക്ടർ തുറന്നടിച്ചു. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസിൽ അതിന്റെ കുഴപ്പേ. വലിയ തോതിൽ കോൺസെൻട്രേറ്റഡ് ആയ ഈ രാസവസ്തു നെബുലൈസ് ചെയ്ത് ഉള്ളിലേക്ക് എത്തുമ്പോൾ അത് വായുവിലെ മറ്റു വസ്തുക്കളുമായോ നെബുലൈസർ ഉപകരണത്തിലെ അവശിഷ്ടങ്ങളുമായോ ചേരാൻ സാധ്യതയുണ്ട്. ഈ ഉൽപ്പന്നങ്ങളോ രാസവസ്തുക്കളോ വാതകങ്ങളോ ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെ വരെ തകരാറിലാക്കിയേക്കാം. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കാൻ പറയുന്നവരുടെ വാദം ഈ രീതി ശ്വാസനാളത്തെ ശുദ്ധീകരിക്കുമെന്നും രോഗകാരികളെ കൊല്ലുമെന്നും അണുബാധ തടയാൻ സഹായിക്കുമെന്നും ഒക്കെയാണ്. എന്നാൽ സംഭവിക്കുക നേർവിപരീത കാര്യങ്ങളാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ശ്വസിക്കുന്നത് ശ്വാസനാളത്തിലെ മ്യൂക്കോസൽ ലൈനിങ്ങിനെ തകർക്കും. ഇനി വായിക്കണമെന്നില്ല, എല്ലാവർക്കും എല്ലാം മനസ്സിലായി. ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. മനുഷ്യരാകുമ്പോ തെറ്റുപറ്റില്ല ചേച്ചി, അതിന് മാത്രം നമ്മൾ ചെയ്തില്ല. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇങ്ങനെ വിശദീകരിക്കുമ്പോഴും സാമന്ത തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് ചൂണ്ടിക്കാട്ടി 3 പേജുള്ള വിശദീകരണവും സാമന്ത പോസ്റ്റ് ചെയ്തു. അതിൽ പറയുന്നത് താൻ 25 വർഷം പ്രവൃത്തി പരിചയമുള്ള ഒരു ഡോക്ടർ പറഞ്ഞത് പ്രകാരമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് നേർപ്പിച്ച് നെബുലൈസ് ചെയ്യുന്നതെന്നും ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ദോഷവശങ്ങളെക്കുറിച്ച് പറയുന്ന ഡോക്ടർമാർ തന്റെ ഡോക്ടറുമായി സംവാദത്തിന് തയ്യാറാകണമെന്നും സത്യമെന്താണെന്നറിയാൻ തനിക്കും ലോകത്തിനും ആഗ്രഹമുണ്ടെന്നും സാമന്ത പറഞ്ഞു. യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് പകരം സാമന്ത ആരോഗ്യരംഗത്ത് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് ഡോക്ടർ സിറിയക് അബി ഫിലിപ്സ് പറയുന്നു. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനെയല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ.